ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നൊരു വാർത്ത ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് വരുന്നുണ്ട്. അദ്ദേഹം നേരത്തെ ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകൾ അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് താമസ സ്ഥലത്തേക്ക് മടങ്ങിയത്. ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായി ഈസ്റ്റർ ദിന സന്ദേശമടക്കം വായിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ വിയോഗ വാർത്ത, വേദനിപ്പിക്കുന്ന വാർത്ത എത്തിയിരിക്കുന്നത്. മാർപ്പാപ്പ കാലം ചെയ്തു, ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. അദ്ദേഹം നിലപാടുകളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. ഒട്ടേറെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വലിയ തോതിൽ ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗമന സ്വഭാവത്തിൽ അദ്ദേഹം നടത്തിയ ഒട്ടേറെ പ്രസ്താവനകൾ, ക്രൈസ്തവ സഭയുടെ യാഥാസ്ഥിതിക ഘടനയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാത്ത തരത്തിൽ അദ്ദേഹം നടത്തിയ ഒട്ടേറെ പ്രസ്താവനകളുണ്ട്. അതൊക്കെ ലോകം ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ സമാധാനത്തിനുള്ള ആഹ്വാനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നൽകിയ ഈസ്റ്റർ സന്ദേശം ശ്രദ്ധേയമായിരുന്നു. അടിയന്തരമായി തന്നെ വെടിനിർത്തൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിലടക്കം ഇടപെടലുകൾ വേണമെന്നിങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വ്യവഹാരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സമാധാന ദൂത് എന്നുള്ള തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായതാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ വിയോഗ വാർത്ത വരുന്നത്.